നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തനിക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് 45 വയസ്സുകാരനായ ടെക്സാസിലെ ഈ മാന്യൻ. സ്വന്തം ഭാര്യയെയും അതോടൊപ്പം തന്നെ ദത്തുപുത്രിയെയും 50-55 കുത്തുകൾ കുത്തി പള്ള കുത്തി കീറിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് തനിക്ക് ഭ്രാന്താണ്. അഭിഭാഷകനെ കൊണ്ട് പറയിച്ചതാണ്, തനിക്ക് ഭ്രാന്താണ്, തനിക്ക് മനോരോഗമാണ്, തനിക്ക് ബോധം കൊണ്ടല്ല കൊന്നത്. അങ്ങനെ ഭ്രാന്തുള്ളവന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നാൽ എന്ത് സുരക്ഷയാണ് നമ്മുടെ സമൂഹത്തിൽ അമ്മ പെങ്ങന്മാർക്കുള്ളത്? അതാണ് ഇവിടെ വലിയ വിഷയമായി മാറിയിരിക്കുന്നത്. എന്തായാലും അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും അദ്ദേഹത്തിനെ വധിക്കാൻ ഉത്തരവിട്ടിരിക്കുകയും ചെയ്യുകയാണ്. ഒടുവിലിത ആ വധശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ടെക്സാസിലെ ഈ മഹാപാപത്തെ മറച്ചു വയ്ക്കാൻ തലയ്ക്ക് വെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മധ്യവയസ്കൻ വന്നിരിക്കുകയാണ്. നോർത്ത് ടെക്സാസ് ഡാലേസിലെ വീട്ടിൽ വെച്ച് 9-10 വയസ്സുള്ള വളർത്തുമക്കളെയും ഭാര്യയും കുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി റോബർട്ട് സ്പാർക്കിൻ്റെ വധശിക്ഷ ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. 45 വയസ്സുള്ള ഈ വ്യക്തി പറയുകയാണ് അദ്ദേഹത്തിന് ബുദ്ധിമാന്ദ്യം സംഭവിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിമാന്ദ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കണമെന്ന റോബർട്ടിൻ്റെ വാദം അപ്പീൽ സർക്യൂട്ട് കോടതി തള്ളിക്കളഞ്ഞിരുന്നു. ടെക്സാസിൽ ഈ വർഷം നടപ്പിലാക്കുന്ന 7ാമത്തെയും അമേരിക്കയിലെ 16ാമത്തെയും വധശിക്ഷയാണിത്. ലോകത്തിന് ഒരു മാതൃക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സംഭവം തന്നെയാണിത്. ഭാര്യ അഗ്നുവിനെ കിടക്കയിൽ വെച്ച് 18 തവണയും 10 വയസ്സുള്ള മകനെ 45 തവണയും കുത്തിക്കൊലപ്പെടുത്തി. അതുപോലെ വളർത്തുമകളായ വ്യക്തിയെ, ആ പെൺകുട്ടിയെ 18 തവണ കുത്തി. ഇങ്ങനെ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തിട്ട് പറയുകയാണ് മാനസിക രോഗിയാണ് എന്നാണ് പറയുന്നത്. സുപ്രീം കോടതി 2002 മാനസിക നില തകരാറിലായ പ്രതികളുടെ വധശിക്ഷ നടപ്പിലാക്കരുതെന്ന് ഉത്തരവിട്ടിരുന്നുവെങ്കിലും സംസ്ഥാനങ്ങൾക്കാണ് പ്രതിയുടെ മാനസികാരോഗ്യം തീരുമാനിക്കുന്നത് എന്ന അധികാരം നൽകിയിരുന്നു. ഇതാണ് ടെക്സാസിൽ ഇപ്പോൾ അയാൾക്ക് മാനസിക രോഗമൊന്നുമില്ല എന്ന ഒരു തിരിച്ചറിവിലേക്ക് എത്തിയിരിക്കുന്നു. കുടുംബാംഗങ്ങളെ പേർ ചൊല്ലി വിളിച്ച് ചെയ്ത തെറ്റിന് റോബർട്ട് മാപ്പ് അപേക്ഷിച്ചിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അയാൾ ചെയ്തത് ക്രൂരകൃത്യം തന്നെയാണ്. വധശിക്ഷ കാത്ത് 7 പേർ കൂടി ഇത്തരം സമാനമായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ടെക്സാസ് ജയിലിലുണ്ട്. ക്രൂരകൃത്യങ്ങളും ക്രൂര കുറ്റങ്ങളും ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ പേരിൽ പറയുകയാണ് മാനസിക സമ്മർദ്ദമാണെന്ന് പറയുമ്പോൾ അത് ലോക മനസാക്ഷി ഞെട്ടിക്കുന്നതാണ്. ഭ്രാന്തായിരുന്നാലും ഇല്ലെങ്കിലും ഇത്തരമുള്ള പ്രതികൾ രക്ഷപ്പെട്ടുകൂടാ എന്ന ഒരു വലിയ സന്ദേശമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഭാര്യയും പിഞ്ചു കുഞ്ഞിനെയും ഒക്കെ അതിക്രൂരമായി കൊല്ലുകയും പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അവളെ വളരെയധികം ക്രൂരമായിട്ട് മർദ്ദിച്ച് അവളെ അവശയാക്കി അവളെ ഇഞ്ചിഞ്ചായി കൊല്ലുകയും ചെയ്യുന്ന ഈ നരാധമനൊക്കെ വധശിക്ഷയല്ലാതെ മറ്റെന്താണ് നൽകേണ്ടത് എന്ന് തന്നെയാണ് ടെക്സാസിലെ കോടതി ചോദിക്കുന്നത്. മഹാപാപത്തിനെ മറച്ചു വയ്ക്കാൻ തലയ്ക്ക് വെളിവില്ല എന്നൊന്നും പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. US-ൻ്റെ അങ്ങനെ ഒരു പ്രത്യേക നിയമമുണ്ടെങ്കിൽ അത് ടെക്സാസ് അതിനെ വ്യക്തമായിട്ടുള്ള രീതിയിൽ നിയമക്കുരുക്കുകൾ ഊരിക്കൊണ്ട് നിയമ പഴുതുകൾ അടച്ചുകൊണ്ട് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഇയാളെ രക്ഷപ്പെടാൻ അനുവദിക്കാത്ത രീതിയിൽ തന്നെയാണ് എല്ലാ അപ്പീലുകളും തള്ളിക്കൊണ്ട് വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കണമെന്ന ഈ വ്യക്തിയുടെ റോബർട്ടിൻ്റെ വാദം സർക്യൂട്ട് കോടതി തള്ളുകയും ഒടുവിൽ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ നാടുകളിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ അമേരിക്കൻ നാടുകളിൽ ഇപ്പോൾ നടക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നവരെ വളരെ ക്രൂരമായി നിശ്ചിതമായിട്ടുള്ള രീതിയിൽ വളരെ സിവിയറായിട്ടുള്ള പണിഷ്മെൻറ്റ് നൽകി വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ ഇതിൻ്റെ കുറ്റകൃത്യത്തിൻ്റെ അളവ് കുറയും എന്ന് തന്നെയാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. ആളുകളിൽ ക്രിമിനൽ ടെൻഡൻസി ഉണ്ടായാൽ ഒരുപക്ഷെ ഇയാളെ പോലുള്ളവരെ വെറുതെ വിട്ടാൽ നാളെ ഇതുപോലെ പലരും കള്ള സർട്ടിഫിക്കറ്റുകളുമായി വന്ന് എനിക്ക് മാനസിക രോഗമായിരുന്നു എന്ന് പറഞ്ഞ് തെളിയിച്ച് നിയമത്തിൻ്റെ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. അത് സംഭവിക്കാൻ പാടില്ല എന്നുകൂടി ഈ അനുഭവം നമുക്ക് വെളിച്ചം തരുന്നു.